ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പുനരുത്ഥാന പെരുന്നാളിന് ശേഷം നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഉദ്ധിതനായ കർത്താവ് കടന്നു വന്നതായിരിക്കുന്ന എല്ലാ മേഖലകളിലും അവൻ കൂടെയുള്ളവരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നുള്ളതാണ്. ഉദ്ധിതനായ കർത്താവ് സമാധാനമെന്നുള്ള വാക്ക് അരുളുമ്പോൾ കണ്ടവർക്കും യേശു തമ്പുരാനെ തൊട്ടവർക്കും ലഭിക്കുന്നത് സന്തോഷമാണെന്ന് വചനം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള ഭാഗങ്ങളിൽ യേശു തമ്പുരാൻ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരിക്കെ, വലിയ നിരാശയിലായിരിക്കുന്നൊരു സമയത്ത് വാതിലടച്ച് യഹൂദന്മാരോടുള്ളതായിരിക്കുന്ന ഭയത്താൽ വലിയ പ്രയാസത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കർത്താവ് അവരുടെ മധ്യേ വന്ന് നിന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവർ, ഈ സമാധാനം എന്നുള്ള ആശംസ കേട്ടപ്പോൾ യേശുവിനെ കണ്ടതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നുള്ളതാണ് തിരുവെഴുത്ത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. നമ്മളൊന്ന് ഓർത്തു നോക്കി, ഉദ്ധിതനായ കർത്താവ് അവരുടെ മധ്യേ വന്ന്, വാതിലുകൾ പൂട്ടപ്പെട്ടിരിക്കുകയാണ്, വാതിലുകൾ തുറന്നിട്ടില്ല, തുറക്കപ്പെടാത്ത വാതിലുകൾക്ക് ഉള്ളിൽ വന്ന് നിന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ വലിയ സങ്കടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അവൻ മനസ്സിലാക്കിയിട്ട്, യഹൂദന്മാരോടുള്ള ഭയം അവൻ മനസ്സിലാക്കിയിട്ട്, നിരാശ ഒരു വശത്ത് ശിഷ്യന്മാരെ അതിശക്തമായി ബാധിച്ചിരിക്കുന്ന വേളയിൽ ദിശാബോധം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുള്ളപ്പോൾ, പ്രിയപ്പെട്ടവരെ, അരുമനാഥൻ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്നാൽ അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനവും യേശുവിൻ്റെ സമാധാനവും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. നമ്മളൊന്നോർത്തേ, നമ്മുടെ നോട്ടത്തിൽ ലോകം തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം, പ്രയാസങ്ങളൊന്നും തന്നെയില്ല, കടബാധ്യതകളില്ല, സ്വസ്ഥമായിരിക്കുന്നൊരു ജീവിതം, മനസ്സിനെ അലട്ടുന്നതായ വിഷമങ്ങളൊന്നുമില്ല, സങ്കടകരമായിരിക്കുന്ന വാർത്തകളൊന്നും കേൾക്കാതെ സ്വസ്ഥമായി ജീവിക്കുന്നതാണ് നമ്മുടെ നോട്ടത്തിൽ ലോകത്തിൻ്റെ സമാധാനം. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകം തരുന്ന സമാധാനമല്ല. എൻ്റെ സമാധാനം ദൈവികമായിരിക്കുന്ന ഒരു സമാധാനം. അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ സമാധാനത്തിൽ കഷ്ടതകളുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയൊരു കൃപ സ്വർഗത്തിൽ നിന്ന് ലഭ്യമാകും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെയല്ലേ കാണുന്നത്? സ്വർഗത്തിൻ്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ വന്ന് അമ്മ മറിയത്തോട് പറയാണ്, നിനക്ക് സമാധാനം. നമ്മുടെ നോട്ടത്തിൽ എവിടെയെങ്കിലും മറിയത്തിന് സമാധാനം കിട്ടിയോ? കിട്ടിയിട്ടില്ല. അവളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ മുൻപോട്ട് സഞ്ചരിച്ച ഒരു വേളകളിലും അവൾക്ക് സമാധാനം നമ്മുടെ നോട്ടത്തിൽ കിട്ടിയിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ ബാലനെ കാണാതാകുന്നു. പിന്നീട് ബന്ധുമിത്രാദികളും സ്വന്തക്കാരും പറയാണ്, അവന് ഭ്രാന്തുണ്ടെന്ന്. 33-ാമത്തെ വയസ്സിൽ സ്വന്തം പുത്രൻ കാൽവറി മലയുടെ മുകളിൽ രക്തമിറ്റിറ്റ് വീണ് മരിക്കുന്നതായ സന്ദർഭം. എവിടെയാ പ്രിയപ്പെട്ടവരെ അമ്മ മറിയത്തിന് നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ സമാധാനം ലഭ്യമായത്? എവിടെയും ലഭ്യമായിട്ടില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മ മറിയത്തിനുള്ള സമാധാനം ലഭിച്ചത് സ്വർഗീയമായ സന്നിധിയിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവം തരുന്ന സമാധാനവും ലോകം തരുന്ന സമാധാനവും തമ്മിലേറെ വ്യത്യാസമുണ്ട്. പരിശുദ്ധൻ്റെ കബറിനോട് ചേർന്ന് നമ്മളിന്ന് ആയിരിക്കുമ്പോൾ ഉദ്ധിതനായിരിക്കുന്ന കർത്താവ് നൽകുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നതും. ഈ ദേവാലയത്തിൽ നമ്മളിരിക്കുമ്പോൾ ആ സ്വർഗീയമായ സമാധാനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതും. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പശ്ചാത്തലമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ അവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ തരുന്ന സമാധാനം
അത് ലോകത്തിൻ്റെ സമാധാനവുമായിട്ട് ഏറെ വ്യത്യാസമുണ്ട്. സ്വർഗത്തിലെ ദൈവം തരുന്ന സമാധാനം സ്വീകരിക്കുവാനായിട്ടാണ് നമ്മൾ ദേവാലയത്തിലിരിക്കുന്നതെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. കർത്താവിനെ കണ്ടതിൽ അവർ സന്തോഷിച്ചു. മറ്റൊന്നും അവർക്ക് സന്തോഷമില്ല. ഭയമുണ്ട് ഉള്ളിൽ, യഹൂദന്മാരോടുള്ള നല്ല പേടിയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കർത്താവ് വന്ന് കർത്താവിൻ്റെ ഒരു സമാധാനം കൊടുത്തപ്പോൾ അവർ സന്തോഷിച്ചു. യേശുവിനെ കണ്ടതിൽ സന്തോഷിച്ചതായിരിക്കുന്ന ശ്ലീഹന്മാർ, അവർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ ഭയമില്ല. ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, മുൻപോട്ട് പോകുവാനും മുൻപോട്ട് ഇടപെടുവാനും മുൻപോട്ട് സംസാരിക്കുവാനും മുൻപോട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് ദിശാബോധം ലഭിക്കുവാനും അവരുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ഒരു സന്തോഷം ലഭ്യമാവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ ആലയത്തിൻ്റെ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭ്യമായാൽ നമുക്ക് എന്തുണ്ടാകുമെന്നോ? സന്തോഷം ഉണ്ടാകും. ലോകത്തിൻ്റെ സമാധാനമാണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ അത് താൽക്കാലികമായ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആലയത്തിൻ്റെ ഉള്ളിൽ പുനരുദ്ധാന പെരുന്നാളിന് ശേഷം നമ്മളായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഹൃദയപൂർവ്വം ആഗ്രഹിക്കണം, ദൈവമേ, അവിടുന്ന് ശ്ലീഹന്മാർക്ക് കൊടുത്ത ആ സ്വർഗീയമായ സമാധാനം, അവിടുന്ന് ശ്ലീഹന്മാർക്ക് കൊടുത്ത സ്വർഗത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ സമാധാനമല്ല, മറിയമ്മിന് ലഭിച്ചതുപോലെ ശ്ലീഹന്മാർക്ക് ലഭ്യമായതുപോലെയുള്ള സ്വർഗത്തിൻ്റെ ഒരു സമാധാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണം, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിറയ്ക്കണം. വലിയ മാറ്റമുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു സന്തോഷം ലഭിച്ചാൽ അതാരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ദുഃഖം നിങ്ങൾക്കിപ്പോഴുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ സമാധാനം ഒരാളുടെ ഹൃദയത്തിലേക്ക് വന്നു ചേർന്നാൽ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയാനായിട്ട് കഴിയുകയില്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, സ്വർഗത്തിൻ്റെ സമാധാനം നമ്മുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സന്തോഷത്തെ എടുത്തു കളയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മളൊരു യാത്രയുടെ ഒടുവിലുള്ള സംഭവം കാണുകയാണ്. എത്യോപ്യ രാജ്ഞിയുടെ ഏറെ ശുശ്രൂഷകനായിരിക്കുന്ന എത്യോപ്യക്കാരൻ ഷണ്ടൻ യെറുശലേമിൽ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. യെറുശലേമിലെ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്നതായ വേളയിൽ ഫിലിപ്പോസിനെ കാണുകയാണ്. ഫിലിപ്പോസ് തേരിൽ കയറിയിരുന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വചന വ്യാഖ്യാനത്തിൻ്റെയും യെറുശലേമിലുള്ള ആരാധനയുടെയും ഒടുവിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 39-ാമത്തെ വാക്യം. ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടപ്പോൾ ഫിലിപ്പോസ് ലീഹ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടനോട് വചനമറിയിച്ചപ്പോൾ യെറുശലേമിലുള്ള ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ലഭ്യമായി. ലോകത്തിനെടുത്ത് കളയാൻ പറ്റാത്ത ഒരു സന്തോഷം, അത് ദൈവം തരുന്ന സന്തോഷമാണ് കേട്ടോ. നമുക്കൊക്കെ നൈമിഷികമായ സന്തോഷങ്ങളുണ്ടാകും. ചിലപ്പോൾ മനുഷ്യരെ കാണുമ്പോൾ ചില സന്തോഷങ്ങളുണ്ടാകും, ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ സന്തോഷത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് ദൈവം തരുന്ന ഒരു സമാധാനം ഈ ഉത്ഥാന പെരുന്നാളിന് ശേഷം നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമുണ്ടാകും. കർത്താവിനെ കണ്ടതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈ ആലയത്തിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ യേശുവിനെ കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മഹാപരിശുദ്ധനായ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി യേശുവിനെ കണ്ടതിൽ സന്തോഷിച്ചു. ആ ഒരു സന്തോഷമാണ് ആ പുണ്യപിതാവിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് സന്തോഷമോ സമാധാനമോ കെടുത്തിക്കളയുവാൻ കഴിയാത്ത വിധമുള്ള ഒരു കൃപ ലഭ്യമായത്. അങ്ങനെയെങ്കിൽ ഈ ആലയത്തിലിരിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ലോകത്തിൻ്റെ സമാധാനം കൊണ്ടല്ല, ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. തന്മൂലം എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടൻ യെറുശലേമിൽ നിന്ന് മടങ്ങിപ്പോയതുപോലെ
വലിയ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുവാൻ നമുക്ക് കഴിയണം. ആരും ഒരിക്കലും എടുത്തു കളയാത്ത, ലോകത്തിൻ്റെ ഒരു ശക്തിക്കോ ഒരു വ്യക്തികൾക്കോ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയില്ലാത്തതായ വലിയൊരു സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാനായിട്ട് ഇടയായിത്തീരണം. ഉത്ഥാന പെരുന്നാളിൽ നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരുടെ അടുക്കൽ വന്ന് ഒന്നാമത് സന്തോഷമാണ് പകരുന്നതെങ്കിൽ, അതിനോട് ചേർന്ന് സമാധാനമാണ് നൽകുന്നതെങ്കിൽ, അതിനോട് ചേർന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരെ ഉത്ബോധിപ്പിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപ് അവർക്ക് നൽകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സമാധാനം, ഒന്ന് സന്തോഷം. അത് ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിൻ്റെ സന്തോഷമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ സമാധാനവും അവരിലേക്ക് നൽകിയതിന് ശേഷം അവരോട് പറയാണ്, നിങ്ങളിനി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളണം. കർത്താവ് വ്യക്തമായി അവരോട് കഷ്ടാനുഭവത്തിന് മുൻപേ പറഞ്ഞു വെച്ചിരുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. ഈ നാളുകളിൽ നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത് പെന്തിക്കോസ്തി പെരുന്നാളിലേക്കാണല്ലോ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. അവസാന അധ്യായം, അവസാന ഭാഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അനന്തരം അവനവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. നമ്മൾ ഓർത്തു നോക്കിയേ, കർത്താവ് വ്യക്തമായി അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സ്വർഗാരോഹണം ചെയ്യും, അതിനുശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായി നിങ്ങൾ യെരൂശലേമിലേക്ക് പോകണം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 48-49 വചനങ്ങളിലും കർത്താവ് വ്യക്തമായി അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നഗരം വിട്ട് പോകരുത്. ഏത് നഗരമാണ്? യെരൂശലേം നഗരം. എവിടെയൊക്കെ നിങ്ങൾ പോയാലും യെരൂശലേം നഗരം വിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ അവിടെ ചെന്നിരിക്കണം. അവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ യെരൂശലേമിൻ്റെ പ്രത്യേകതയെന്നോ? നമ്മുടെ കർത്താവ് ഏറെ സഹിച്ച സ്ഥലമാണ് യെരൂശലേം. നമ്മുടെ കർത്താവ് ശമരിയിൽ ഏറെ സഹിക്കേണ്ടി വന്നിട്ടില്ല. ഗലീലായിലോ കഫർനഹൂമിലോ അവൻ അത്രമേൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത്, അവൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത്, അവൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് യെരൂശലേമിൽ നിന്നായിരുന്നു. കർത്താവ് കൊണ്ട് ശ്ലീഹന്മാരോട് പറയാണ്, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. ഏറ്റവും കൂടുതൽ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥലമാണ് യെരൂശലേം. ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അവനവൻ്റെ ജീവിതത്തിലേറ്റ സ്ഥലമാണ് യെരൂശലേം. എന്നിട്ട് ശ്ലീഹന്മാരോട് പറയാണ്, നിങ്ങൾ ഈ നഗരം വിട്ട് പോകരുത്. ഏറ്റവും കൂടുതൽ സങ്കടമുള്ള സ്ഥലം വിട്ട് നിങ്ങൾ മാറിപ്പോകരുത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിനകത്ത് നമ്മളിങ്ങനെ സന്തോഷമുള്ള സ്ഥലങ്ങൾ തേടി പോകുന്നവരാണ്. ഒരു സ്ഥലത്ത് സങ്കടമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി സന്തോഷമുള്ളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നോക്കും. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ യെരൂശലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവിനെ ഒരു കുടുംബം പ്രാപിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിൽ കൂടി കടന്ന് പോയാലേ മതിയാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ ഇപ്പോൾ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ മാറിപ്പോകാതെ ആ സങ്കടങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ ഇതാ ശ്ലീഹന്മാർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി അവരവിടെ എന്ത് ചെയ്തെന്നാണ് നമ്മൾ വായിച്ചത്? മഹാസന്തോഷത്തോടെ. കർത്താവ് ഏറ്റവും കൂടുതൽ കഷ്ടമനുഭവിച്ചതായിരിക്കുന്ന സ്ഥലത്ത് ശ്ലീഹന്മാർ ഒരുമിച്ച് ചേർന്നിരുന്ന് മഹാസന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അതികഠിനമായ പീഡനങ്ങൾ സഹിച്ച സ്ഥലത്ത്, നൊമ്പരങ്ങളുടെ സ്ഥലത്ത്,
സങ്കടങ്ങൾ കുമിഞ്ഞു കൂമ്പാരമായി ജീവിതത്തിൽ അനുഭവിച്ച സ്ഥലത്ത് ശ്ലീഹന്മാർ ചെന്നിട്ട് കഴിഞ്ഞ നാളുകളെ ഓർത്ത് ദൈവത്തിനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴി എന്തെന്നോ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സങ്കടങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ ആയിരിക്കുന്ന സങ്കടങ്ങളിൽ, നമ്മളിപ്പോൾ സഹിക്കുന്നതായിരിക്കുന്ന വേദനകളിൽ, അത് രോഗമാകട്ടെ, തെറ്റിദ്ധാരണകളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, നിരാശകളാകട്ടെ, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സങ്കടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സങ്കടങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ച ഒരു പിതാവായിരുന്നില്ല പരിശുദ്ധ പരിമല തിരുമേനി. സങ്കടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത പുണ്യപിതാവായിരുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു യെരൂശലേം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടില്ലേ, ദൈവം ഈ കുടുംബം ഒരു യെരൂശലേമാണല്ലോ, ഭയങ്കര സങ്കടങ്ങളാണല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഞാൻ ജനിച്ചത്, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു കുടുംബം, എത്രയോ നല്ല കുടുംബങ്ങളില്ലായിരുന്നു, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു കുടുംബം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചിട്ടില്ലേ, എന്തിനാ ഇങ്ങനെ ഒരു ജീവിത പങ്കാളി, എത്രയോ സഹനങ്ങൾ ഞാൻ സഹിക്കുന്നു, എത്രയോ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു യെരൂശലേം ഉണ്ടാകും. ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം എല്ലാവർക്കും ഒരു യെരൂശലേം മുൻപിൽ വെച്ച് നീട്ടും. വലിയൊരു സങ്കടത്തിന്റെ, പീഡനങ്ങളുടെ, ക്ലേശങ്ങളുടെ, കണ്ണുനീരിന്റെ ഒരു യെരൂശലേം ജീവിതത്തിൽ വെച്ച് നീട്ടുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിനിങ്ങനെ നന്ദി പറയണം. അവിടെ ഇരുന്നുകൊണ്ട് പരാതി പറയുന്നതിനപ്പുറത്ത് ആ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ എല്ലാ കൃപകൾക്കും നമ്മളൊന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ പ്രായം വരെ ദൈവം നമ്മളെ നടത്തിയ വഴികളെ നമ്മളൊന്ന് ഓർത്തെടുത്ത് നോക്കിയേ. എത്രയോ അത്ഭുതകരമായ വഴികളിലൂടെ തമ്പുരാൻ നമ്മളെ നടത്തിയിട്ടുണ്ട്. വീണു പോകാതെ അവൻ എത്രത്തോളം നമ്മളെ താങ്ങിപ്പിടിച്ചിട്ടുണ്ട്. തളർന്നു പോകാതെ അവൻ അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ എത്രയോ തവണ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ നടത്തിയതായിരിക്കുന്ന വഴികളെ കുറിച്ചൊന്ന് ഓർത്തെടുത്തിട്ട് സങ്കടങ്ങളിലിരുന്ന് അവനൊന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ അതിശക്തമായി ബലപ്പെടുത്തും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ നാളുകളിൽ ആത്മാവ് നിറഞ്ഞതായിരിക്കുന്ന സംഘങ്ങൾ സങ്കടത്തിൻ്റെ കഷ്ടതയുടെ വഴിത്താരകളിൽ പിറുപിറുക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ, മോശയെയും അഹറോനെയും കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോവുകയാണ്. ഇസ്രായേൽ ജനം, ദൈവം നടത്തിയതായിരിക്കുന്ന ജനം പരാതികൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ, സങ്കടങ്ങളുടെ മധ്യത്തിൽ അവര് കൂടെയുള്ളവരെ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ, സഹിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന വേദനകളുടെ മധ്യത്തിൽ ദൈവത്തെ മറന്നുപോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം അവരിൽ നിന്ന് മാറി നടക്കാനായിട്ട് തുടങ്ങി. യെഹെസ്കേൽ പ്രവചന പുസ്തകം 8, 9, 10 അധ്യായങ്ങളിൽ നമ്മളിങ്ങനെയാണല്ലോ കാണുന്നത്. ആലയത്തിൻ്റെ ഉള്ളിൽ ജനം ദൈവത്തിനെതിരായി നിന്നപ്പോൾ, ആലയത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതായിരിക്കുന്ന ആലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ആലയത്തിൻ്റെ ഉള്ളിൽ ജനം ദൈവത്തിനെതിരായി നിന്നപ്പോൾ, മ്ലേച്ഛതകൾ പെരുകിയപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവം ആലയം വിട്ട് ഇറങ്ങിപ്പോയി. ദൈവം ആലയം വിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന ഭവനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, പരസ്പരം പഴിചാരിക്കൊണ്ടിരുന്നാൽ, പരസ്പരം പിറുപിറുത്തുകൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് ദൈവത്തിൻ്റെ മഹത്വം ആകാശത്തിലേക്ക് പൊങ്ങിയെന്ന് യെഹെസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാതിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിൻ്റെ മധ്യത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഒരു യെരൂശലേമിൽ ശ്ലീഹന്മാർ ചെന്നിരുന്നത് പോലെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യെരൂശലേമിൽ നിന്ന് പോയ എല്ലാവരെയും തിരികെ കൂട്ടിച്ചേർക്കുകയാണ്. പരിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ആമുഖ വാക്കുകൾ കഴിഞ്ഞ് 13-ാമത്തെ തിരുവചനം മുതൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയവരുടെ കൂടെ കർത്താവ് നടന്നു. യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് നടക്കുകയാണ്. അവർ വലിയ സങ്കടത്തിലാണ്. പ്രതീക്ഷകളൊക്കെ അവരുടെ ഇടയിൽ നിന്ന് നഷ്ടമായി പോയി. അതുകൊണ്ടാണ് ലൂക്കോസ് 24-ാം അധ്യായം
28, 29 തിരുവചനങ്ങളിൽ യേശുദമ്പുരാനോട് അവർ പറയുകയാണ്, നേരം വൈകി, നേരം വൈകി, അസ്തമിക്കാറായല്ലോ. അതായത് പ്രതീക്ഷകളെല്ലാം മാഞ്ഞു തുടങ്ങി, വെളിച്ചമില്ല, അസ്തമയത്തിൻ്റെതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നേരം വൈകി, അസ്തമിക്കാറായി. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, നീ ഞങ്ങളുടെ കൂടെ പാർക്കണം. അവർ നിർബന്ധിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ പാർക്കണം. സ്റ്റേ വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ നീ താമസിക്കണം. പ്രിയപ്പെട്ടവരെ, യെരൂശലേമിലേക്ക് അവർ തിരികെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് ആ തിരുവെഴുത്ത് അവസാനിക്കുന്നത്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് യെരൂശലേമും സഹിക്കുവാനുള്ള ശക്തി ലഭിക്കും കേട്ടോ. കർത്താവ് ഒരാളുടെ കൂടെയുണ്ടെങ്കിൽ ഏത് സഹനത്തിൻ്റെ യെരൂശലേമിലും ധൈര്യത്തോടു കൂടിയിരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമായി തീരും. എന്തെല്ലാം സങ്കടങ്ങളുണ്ടായാലും, കഷ്ടതകൾ പെരുമഴ പോലെ പെയ്താലും, സങ്കടങ്ങളുടെ മധ്യത്തിൽ കർത്താവ് കൂടെയുണ്ടെങ്കിൽ യെരൂശലേമിൽ നമുക്കിരുന്ന് നന്ദി പറയാനായിട്ട് പറ്റും. സങ്കടങ്ങളുടെ മധ്യത്തിൽ ദൈവമേ നീ എന്നെ വഴി നടത്തിയ കൃപകളെ ഓർത്തിട്ട് നമുക്ക് ഒരുപാട് നന്ദി പറയാനായിട്ട് പറ്റും. കഴിഞ്ഞ നാളുകളിൽ കുടുംബത്തെ ചേർത്ത് പിടിച്ചതിന്, മക്കളെ വഴി നടത്തിയതിന്, ജീവിത പങ്കാളിയോട് കൂടെ ഇരുന്നതിന്, രോഗങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നമുക്ക് നന്ദി പറയാനായിട്ട് സാധ്യമായി തീരും. പുറപ്പാട് പുസ്തകം ഇപ്രകാരം നമ്മൾ കാണുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുകയാണ്. ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്നതായിരിക്കുന്ന വേളയിൽ അവർ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. 15-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. കാലങ്ങളായി കയ്പുള്ള ഒരു വെള്ളം. മാറയിലെ വെള്ളത്തിന് കയ്പാണ്. എന്നാൽ ഈ ജനത്തിന് വലിയ ദാഹമുണ്ട്. വലിയ ദാഹമുള്ളതായിരിക്കുന്ന ഈ ജനം മാറയിലെത്തിച്ചേരുമ്പോൾ കയ്പുള്ള വെള്ളത്തെ മധുരം ആക്കി തീർക്കുവാനായിട്ട് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ മോശ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ, മാറയിൽ വളർന്നു വന്ന ഒരു വൃക്ഷമെടുത്ത് ഈ കയ്പുള്ള വെള്ളത്തിലേക്കിട്ടു. പ്രിയപ്പെട്ടവരെ, ആ വൃക്ഷം വളർന്നു വന്നത് കയ്പിലാണ്. കാലങ്ങളായിട്ട് കയ്പിൽ വളർന്നു വന്നതായിരിക്കുന്ന ഒരു വൃക്ഷം എടുത്തിട്ട് ആ ജലാംശത്തിലേക്ക് ഇട്ടപ്പോൾ ആ വെള്ളം മധുരമുള്ളതായി. ഇന്ന് നമ്മൾ കയ്പിൽ ജീവിക്കുന്നത് നാളെ ഒരുപാട് പേർക്ക് മധുരമായി തീരുവാനായിട്ടാണ് കേട്ടോ. ആ വൃക്ഷം കാലങ്ങളായിട്ട് കയ്പിൽ വളർന്നു വന്നത് 6 ലക്ഷത്തിൽ പരം മനുഷ്യർ യാത്ര ചെയ്യുന്നതായിരിക്കുന്ന മാറയിൽ ആ വൃക്ഷം കയ്പിൽ വളർന്നു വന്നതിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അനേകർക്ക് മധുരമാകുവാൻ വേണ്ടി. ഇന്നത്തെ കയ്പ് നാളെ ഒരുപാട് പേർക്ക് മധുരമാകും. ഇന്നത്തെ കയ്പ്, ഇന്നത്തെ സങ്കടം, ഇന്നത്തെ ഈ ക്ലേശം, ഇന്നത്തെ ഈ ദുരിതം നാളെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ മധുരമായി തീരുവാൻ തക്കവിധം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുഖാന്തരമായി തീരും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23 മുതലുള്ള തിരുവചനത്തിൽ ആ വെള്ളം മാറയിലെ വൃക്ഷം പതിച്ചപ്പോൾ മധുരമുള്ളതായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇന്നത്തെ ഈ ദുരിതങ്ങൾ നാളെ അനേകരുടെ നന്മയ്ക്ക് മുഖാന്തരമായി തീരും. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളുടെ മധ്യത്തിൽ പരാതി പറയാതെ നന്ദി പറയുമ്പോഴാണ് വലിയ മാറ്റമുണ്ടാകുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, അതിൻ്റെ ഗ്രീക്ക് ടേം അനാഫോറ എന്നുള്ള ഒരു പദമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഗമാണ് അനാഫോറ എന്നുള്ളത്. അതായത് നന്ദി സമർപ്പണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പ്രധാനമായും പട്ടക്കാരൻ പദവിയിലേക്ക് കയറി നിന്നതിന് ശേഷം നടത്തുന്നതായിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഈ അനാഫോറയുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി എന്നുള്ള സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഇടമാണ് അനാഫോറയുടെ ഭാഗം. അതായത് ശിഷ്യന്മാർ യെരൂശലേമിൽ ചെന്ന് ദൈവത്തെ എല്ലായ്പ്പോഴും മഹത്വപ്പെടുത്തിയതുപോലെ ആരാധനയിൽ ഒരു വിശ്വാസി സംബന്ധിക്കുമ്പോൾ എന്തെല്ലാം സങ്കടമുണ്ടെങ്കിലും ഒരു വിശ്വാസിക്കുള്ള ഒരേ ഒരു ദൗത്യം സങ്കടം പറയുക എന്നുള്ളതല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളെ ഓർത്ത് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആരാധന ആരംഭിക്കുന്നതെല്ലാം ഈ സ്തുതിയർപ്പണത്തോടു കൂടിയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് തുടങ്ങുന്ന കൗമയിൽ തുടങ്ങി
ഒടുവിൽ ആരാധന അവസാനിക്കുന്ന ഭാഗം വരെ ഹാലേലുയാകളും സ്തുതിയും സ്തോത്രവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തെല്ലാം സങ്കടമുള്ള ഒരു ജനക്കൂട്ടം വന്നാലും ഞങ്ങളുടെ സങ്കടത്തിന് പരിഹാരം എന്നുള്ളതല്ല യാചിക്കുന്നത്. ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ള വലിയ പ്രാർത്ഥനകളാണ്. ഇവിടെ ഇതാ ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പോന്നു. വലിയ സങ്കടത്തിലാണ് അവരായിരിക്കുന്നത്. യഹൂദന്മാരോടുള്ള വലിയ ഭയമുണ്ട്. പക്ഷേ കർത്താവ് അവർക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി അവർ യെരൂശലേമിൽ വലിയ സങ്കടങ്ങളുടെ കൂമ്പാരങ്ങളുടെ സ്ഥലത്തിരുന്ന് ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തി. ഇവർക്കിത് മുൻപേ പരിചയമുണ്ട്, ഇവർക്കിത് മുൻകൂട്ടി പരിചയമുള്ളതെന്നാണ്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് സങ്കടങ്ങളുടെ വേളകളിലൊക്കെ ചെയ്തത് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 26 27 തിരുവചനത്തിൽ അവൻ അപ്പമെടുത്ത് ആ രാത്രിയിൽ സ്തോത്രം ചൊല്ലി എന്നുള്ളതാണ്. വലിയ സങ്കടം വരുന്നതിൻ്റെ തൊട്ട് തലേ രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? മത്തായി ശ്ലീഹയുടെ സുവിശേഷം 26 തിരുവചനം, അവർ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി. വലിയ സങ്കടങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് തലേ രാത്രി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി അവരെ പഠിപ്പിക്കുകയാണ്. സങ്കടങ്ങൾ എന്തുണ്ടായാലും പരാതി പറയേണ്ട, മറിച്ച് സ്തോത്രം പാടിയാൽ മതി. നമ്മൾ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഇന്നായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവം നടത്തിയ ദൈവകരുണയുടെ വഴികൾക്ക് ഒന്ന് നന്ദി പറഞ്ഞു നോക്കി. ദൈവം നടത്തിയ കഴിഞ്ഞ നാളുകളിൽ എല്ലാ നന്മകളും ഒന്ന് എണ്ണിയെടുത്തിട്ട് നന്ദി പറഞ്ഞു നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കന്യക മറിയം ജീവിതത്തിൻ്റെ വലിയൊരു വിളിയിലേക്ക് ഗബ്രിയേൽ മാലാഖ മുഖാന്തരം അടുപ്പിക്കുമ്പോൾ അവൾ ഇങ്ങനെയാണ് ഉറക്കെ ചൊല്ലുന്നത്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആഹ്ലാദിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള വഴികൾ സഹനത്തിൻ്റെ വഴികളാണെന്നുള്ള ബോധ്യമുള്ളപ്പോഴും അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന അമ്മ മറിയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യെരൂശലേം ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യെരൂശലേം ഉണ്ടാകും. അതൊരു പക്ഷേ വലിയ സഹനങ്ങളായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ കഷ്ടതകളായിരിക്കാം, വലിയ പ്രയാസങ്ങളായിരിക്കാം. പക്ഷേ ഈ പ്രയാസങ്ങളിൽ ചെന്നിരുന്നിട്ട് അത് മാറ്റിത്തരണമെന്നുള്ളതല്ല, മറിച്ച് ശ്ലീഹന്മാർ ചെയ്തതുപോലെ ആ പ്രയാസങ്ങളിൽ വന്നിരുന്നിട്ട് ദൈവമേ നന്ദി എന്നൊന്ന് പറഞ്ഞു നോക്കി, വലിയ മാറ്റമുണ്ടാകും. 2 പേർ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16 25 തിരുവചനം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16 25 തിരുവചനത്തിൽ പൗലോസും ശീലാസും റോമൻ ഗവൺമെൻറ്റിൻ്റെ കാരാഗ്രഹത്തിൽ ബന്ധിതരായി കിടക്കുകയാണ്. അവരെന്ത് ചെയ്തെന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്? അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പകൽക്കാലം മുഴുവൻ പടയാളികളാൽ ബന്ധിതരായി അടികൊണ്ട് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ പൗലോസും ശീലാസും വേറെ വേദനയോടുകൂടി കിടക്കുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും സങ്കടങ്ങളുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ക്ലേശത്തിൻ്റെ മധ്യത്തിൽ അവരൊരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗം എങ്ങനെയാണ് മുൻപോട്ട് നീങ്ങുന്നത്? ചങ്ങലകൾ പൊട്ടി, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി, വാതിലുകൾ തുറക്കപ്പെട്ടു. ചങ്ങലകളെല്ലാം പൊട്ടിപ്പോയി. സഹനത്തിൻ്റെ തീയിലിരുന്നു കൊണ്ട് 2 പേർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചങ്ങലകളും ബന്ധനങ്ങളും അഴിയണമെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്ന സഹനത്തിലിരുന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. എവിടെയാണെന്ന് ഒരാളുടെ ബന്ധനങ്ങൾ അഴിയുന്നത്? അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ബന്ധനങ്ങൾ അഴിക്കുവാൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 15 14 തിരുവചനം. ന്യായാധിപന്മാരുടെ പുസ്തകം
ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 15-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ശിംശോനെ ബന്ധിച്ചുകൊണ്ട് പോവുകയാണ്. ശിംശോനെ ബന്ധിച്ചുകൊണ്ട് പോകുന്നതായിരിക്കുന്ന നിമിഷത്തിൽ ശിംശോൻ ബന്ധിതനായി പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ശിംശോൻ്റെ ദേഹത്തെ ബന്ധിച്ചിരുന്നതായിരിക്കുന്ന എല്ലാ ചരടുകളും അറ്റുപോവുകയാണ്. ന്യായാധിപന്മാർ 15-14 ഇങ്ങനെയാണ്: ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നിട്ട് അവനെ കെട്ടിയിട്ടിരുന്നതായിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് അവന് മോചനം കൊടുത്തു. ഇവിടെ ഇതാ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16:25 നമ്മൾ കാണുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന 2 പേർ, അവര് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നന്ദി പറഞ്ഞ് പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് അവരുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ശക്തി കടന്നു വരികയാണ്. അവരുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ശക്തി കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ വലിയ സങ്കടങ്ങളിലിരിക്കുന്ന 2 പേർ, വേദനയോടുകൂടിയാണ് അവരിയ്ക്കുന്നത്. കാരണം അവരെ കുറ്റവാളികളായി എന്നതുപോലെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്തതായിരിക്കുന്ന കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ആക്കിയിട്ടിരിക്കുന്ന 2 പേർ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അവർക്ക് ദൈവത്തെ ആ സമയത്ത് പാടി സ്തുതിക്കാനായിട്ട് കഴിയുന്നത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവർ ബന്ധിതരായി, ചങ്ങലകൾ കൊണ്ട് ബന്ധിതരായിരിക്കുമ്പോൾ അവർ പരാതി പറഞ്ഞില്ല, ഒരു കുറ്റപ്പെടുത്തലുകളും നടത്തിയില്ല. അവർ ദൈവത്തെ ഇങ്ങനെ പാടി സ്തുതിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശക്തി കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവരുടെ ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ജോലി തിരക്കുകളുടെ ഓഫീസുകളിൽ നമ്മൾ ചില സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ഇന്നായിരിക്കുന്നത് യെരൂശലേമിലാണ്. വലിയൊരു തീയുടെ മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പെരുമഴ പോലെ ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒന്നൊന്നിന് പിറകായി രോഗങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ ഓർക്കണം, നമ്മൾ ഇന്നായിരിക്കുന്നത് ഒരു യെരൂശലേമിലാണ്. ഈ യെരൂശലേമിൽ ഇരുന്നിട്ട് തമ്പുരാന് നന്ദി പറയണം. തമ്പുരാന് നന്ദി പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ മൂലം അവിടെയുള്ളതായിരിക്കുന്ന ബന്ധനത്തിന് ഒരു മോചനം ലഭിക്കും. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് പറയുകയാണ്, വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുപോയി. എല്ലാവരുടെയും ചങ്ങലകൾ. പാടി സ്തുതിച്ചത് എത്ര പേരാണ്? 2 പേര്, പൗലോസും ശീലാസും. പക്ഷേ ചങ്ങല അഴിഞ്ഞു പോയപ്പം എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് 1-2 പേരായിരിക്കാം. പക്ഷേ അതിശക്തമായിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വീട്ടിലേക്ക് വന്നാൽ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു പോകും. പ്രാർത്ഥിക്കുന്നവരുടെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ചങ്ങലകൾ മൊത്തം അഴിഞ്ഞു പോകും. എൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട്. പക്ഷേ ആ കുടുംബത്തിൽ ആർക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല. മക്കൾ പ്രാർത്ഥിക്കത്തില്ല, ജീവിത പങ്കാളി പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഈ സ്ത്രീ എല്ലാ വെള്ളിയാഴ്ചകളിലെയും ധ്യാനത്തിനും ഞായറാഴ്ചകളിലെ ആരാധനയ്ക്കുമായിട്ട് വന്നിങ്ങനെ പ്രാർത്ഥിക്കും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോയി. മക്കളിലുണ്ടായിരുന്ന ബന്ധനങ്ങൾ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം ജീവിത പങ്കാളിയെ ബന്ധിച്ചിരുന്ന മദ്യപാനത്തിൻ്റെ ലഹരിയുടെ ചില ബന്ധനങ്ങൾ ഒരമ്മയുടെ പ്രാർത്ഥന മൂലം അഴിഞ്ഞു പോവുകയാണ്. ഓർക്കണം, ഒരാൾ പ്രാർത്ഥിച്ചാലും എല്ലാവരുടെയും ചങ്ങല അഴിയും കേട്ടോ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കെട്ടിയിട്ടിരുന്നതായിരിക്കുന്ന ചങ്ങലകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ചങ്ങലകളെ വകവയ്ക്കാതെ, വേദനകളെ വകവയ്ക്കാതെ, യെരൂശലേമിൽ എന്ന പോലും ത്യാഗത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർ 2 പേരും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും, ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവമേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നില്ലല്ലോ. അനുദിനമായ ദൈവസ്തുതിയോടുകൂടിയ പ്രാർത്ഥന ഒരു കുടുംബത്തിൻ്റെ ചങ്ങല അഴിച്ചു കളയും. ഒരിക്കലും തുറക്കപ്പെടുകയില്ല എന്ന് കരുതുന്ന റോമൻ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ, അതിശക്തമായ വാതിലുകൾ, ഒരിക്കലും തുറക്കപ്പെടത്തില്ല എന്ന് കരുതിയ വാതിലുകൾ 2 പേര് പ്രാർത്ഥിച്ചപ്പോൾ തുറക്കപ്പെട്ടു. 2 പേര് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി വാതിലുകൾ തുറക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വാതിലുകൾ തുറക്കപ്പെടും കേട്ടോ. ഒരിക്കലും തുറക്കപ്പെടുകയില്ല എന്ന് കരുതുന്ന ചില വാതിലുകൾ
എവിടെയും നോക്കിയിട്ട് രക്ഷയില്ല എന്ന് കരുതുന്ന ചില വാതിലുകൾ സങ്കടത്തിലിരുന്നു കൊണ്ട് പരാതി പറയാതെ, പരിഭവം കൂടാതെ, ദൈവത്തിന് നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളെ ഓർത്തെടുത്ത് അതിന് ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നോക്കിയേ. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി മൂലം ആ കുടുംബത്തിൻ്റെ, ആ ജീവിതത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറും. അവിടെ വാതിലുകൾ തുറക്കപ്പെടും. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയതുപോലെ വലിയ മാറ്റമുണ്ടാകും. ഇവിടെ ഇതാ പൗലോസും ശീലാസിൻ്റെയും പ്രാർത്ഥന മൂലം ചില അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഓർക്കണം, സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് നന്ദി പറയാത്തവരായി തീരരുത്. എന്തെല്ലാം കഷ്ടതയുണ്ടായാലും സഹനങ്ങളുണ്ടായാലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നമുക്കൊന്ന് നന്ദി പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ തിരുവചനം അബ്രഹാം പിതാവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. മക്കളില്ല, ജീവിതത്തിൽ മക്കളുണ്ടാവേണ്ടുന്ന പ്രായമൊക്കെ കഴിഞ്ഞുപോയി, വാർദ്ധക്യത്തിൻ്റെതായിരിക്കുന്ന കാലങ്ങളിലേക്ക് കയറുകയാണ്. എന്നിരുന്നാലും അബ്രഹാം പിതാവ് ഇങ്ങനെയാണ് അബ്രഹാം പിതാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം പിതാവ് കടന്നു പോകുന്ന സാഹചര്യം ഏറെ വേദനാജനകമായ ഘട്ടമാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തി, മക്കളില്ല, അതിൻ്റെ ഹൃദയത്തെ അലട്ടുന്ന വലിയ വേദനയുണ്ട്. പക്ഷേ ആ വേളയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, ആ വേദനയിലിരിക്കുമ്പോഴും ദൈവത്തിന് അബ്രഹാം പിതാവ് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. യെരൂശലേം എന്നുള്ള വലിയൊരു വേദനയിലിരിക്കുമ്പോഴും അബ്രഹാം പിതാവ് മക്കളില്ലാത്ത സാഹചര്യത്തിലും പരാതി പറയാതെ, ദൈവത്തെ ഉപേക്ഷിച്ചു പോകാതെ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തി. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം, ദൈവമേ ആരാധന എന്നിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം. സാധ്യതകളെല്ലാം അസ്തമിക്കുമ്പോൾ, എല്ലാ സാധ്യതകളിൽ നിന്നും നമ്മൾ ഇരുട്ടിലേക്ക് മാറിപ്പോകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്കിയേ, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിലും ഒരേ കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരേ സംഭവം. യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, ഈ രാജാവിനെതിരെ മോവാബിരും അമോന്യരും മെയൂന്യരും അങ്ങനെ 3 രാജ്യങ്ങൾ യുദ്ധത്തിന് വരികയാണ്. 3 രാജ്യങ്ങൾ യഹോശാഫാത്ത് രാജാവിനെതിരെ യുദ്ധത്തിന് വരികയാണ്. അദ്ദേഹം പടകൂട്ടി നോക്കിയപ്പോൾ ജയിക്കുവാനുള്ള സാധ്യതയില്ല. കാരണം തൻ്റെ രാജ്യത്തിനെതിരെ കടന്നു വരുന്നത് 3 രാജ്യങ്ങളാണ്. 3 രാജ്യങ്ങളും അതിശക്തമായിരിക്കുന്ന രാജ്യങ്ങളാണ്. അവരോട് പടപൊരുതി ജയിക്കുവാൻ സാധ്യതയില്ല. യഹോശാഫാത്ത് രാജാവ് ഏറെ സങ്കടപ്പെടുകയാണ്. സഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നോ? ദേവാലയത്തിലേക്ക് ഓടി, ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. യഹോശാഫാത്ത് രാജാവ് ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നിട്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചു. എന്ത് പാടിയെന്നോ? ഇങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതായിരിക്കുന്ന എല്ലാ വഴികളെയും ഓർത്തിട്ട് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു, ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വലിയ കടൽ പോലെ, തിരമാല പോലെ ഇരച്ചു വന്നതായിരിക്കുന്ന ഈ 3 രാജ്യങ്ങളും, മോവാബിരും അമോന്യരും മെയൂന്യരും, യഹോശാഫാത്ത് രാജാവ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മടങ്ങിപ്പോയി. വലിയ ദൂതഗണം അവിടെ ഇറങ്ങി. ദൈവത്തിൻ്റെ വലിയ ശക്തി അവിടെ ഇറങ്ങി വന്നു. സങ്കടങ്ങളുടെ മധ്യത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവം ചൊരിഞ്ഞു കൊടുത്തതായിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ശക്തി അവിടെ ഇറങ്ങി. ഒരിക്കലും ജയിക്കത്തില്ല എന്ന് കരുതിയതായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ
3 രാജാക്കന്മാരും തോറ്റ് ഓടിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ സമാധാനവും സന്തോഷവും ദൈവം തരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടാകണമെങ്കിൽ ഏത് സങ്കടത്തിലൂടെയാണോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, ആ സങ്കടത്തിൽ ദൈവത്തിന് നന്ദി പറയണം. ഏത് സങ്കടത്തിലൂടെയാണോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, ആ സങ്കടത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. അവിടേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളിങ്ങനെയാണല്ലോ വായിച്ചു നിർത്തിയത്. അവർ ദേവാലയത്തിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പോന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ദൈവം മുൻപാകെ ഇരുന്ന് ദൈവത്തിനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, അതികഠിനമായിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളുണ്ടാകും. അതിൻ്റെ മധ്യത്തിലിരുന്ന് ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നോ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിനോട് നന്ദി പറയാതിരുന്നാൽ, ജീവിതത്തിൽ ദൈവം മുൻപാകെ നന്ദി കാണിക്കാതിരുന്നാൽ, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്, കഴിഞ്ഞ നാളുകളിൽ കൈപിടിച്ച് വഴി നടത്തിയതായിരിക്കുന്ന ദൈവത്തിനോട് നന്ദി പറയാതിരുന്നാൽ ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നോ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവം മുൻപാകെ നന്ദി അർപ്പിക്കാതെ ഇരുന്നാൽ, രാവിലെയും വൈകുന്നേരവും നമ്മൾ ദൈവം മുൻപാകെ നന്ദി അർപ്പിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നോ, ഹൃദയം ഇരുണ്ടുപോകും. നമ്മൾ കരുതും ഹൃദയത്തിന് ഭയങ്കര വെളിച്ചമുണ്ടെന്ന്. നമ്മൾ പോലും അറിയാതെ ഹൃദയത്തിലെ വെട്ടം കുറയും. ഹൃദയത്തിലെ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ചുറ്റുപാടുകൾക്ക് മനസ്സിലാകും. ഒരു വീടിൻ്റെ അവരുടെ ഹൃദയം ഇരുണ്ടു പോകാനായിട്ട് തുടങ്ങി. നന്ദിയില്ലാത്തതായിരിക്കുന്ന ഒരു വീട്, പ്രാർത്ഥനയില്ലാത്തതായിരിക്കുന്ന ഒരു വീട്, ആ വീട്ടിലുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വെളിച്ചം ഇറങ്ങിപ്പോകും. ദൈവത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ നഷ്ടമായി തുടങ്ങും. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ താളുകളിൽ തമ്പുരാൻ ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വഴി നടത്തിയതായിരിക്കുന്ന യൂദ 3.5 വർഷക്കാലം അവൻ്റെ രഹസ്യ പരസ്യ ജീവിതങ്ങൾക്ക് സാക്ഷിയായി തീർന്ന മനുഷ്യൻ, പക്ഷേ ദൈവത്തോട് നന്ദിയില്ലാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നോ, സാത്താൻ പ്രവേശിക്കാനായിട്ട് കാരണമായി. ദൈവത്തോട് നന്ദിയില്ലാതിരുന്നപ്പം സാത്താൻ കയറി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാമത്തെ തിരുവചനം ഇങ്ങനെയാണല്ലോ: യൂദായുടെ ഉള്ളിൽ സാത്താൻ കടന്നു. ദൈവത്തോട് നന്ദിയില്ലാതിരിക്കുമ്പോൾ, ഒരാരാധനയിൽ ദൈവം മുൻപാകെ നമ്മൾ നന്ദി അർപ്പിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പിശാച് കയറും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിച്ചമിറങ്ങിപ്പോകും. മറിച്ച് അവിടെ പിശാച് അധികാരമെടുക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പിശാച് ഒരാളുടെ ജീവിതത്തിൽ അധികാരമെടുക്കും, നന്ദിയില്ലാതിരുന്നാൽ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതായിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്തിട്ട് ദൈവം മുൻപാകെ നന്ദി അർപ്പിക്കാതിരുന്നാൽ, പ്രാർത്ഥനയില്ലാതിരുന്നാൽ, ആരാധനയില്ലാതിരുന്നാൽ, പെറുപുറക്കലുകളും ആവശ്യങ്ങളും മാത്രം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, വെളിച്ചം ഹൃദയത്തിൽ നിന്ന് നഷ്ടമായി പോകും. ഒന്നാമതായിട്ട് നന്ദിയില്ലാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നോ, ഹൃദയം ഇരുണ്ടു തുടങ്ങും. ഹൃദയം ഇരുണ്ടു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിനുള്ളിൽ പിശാച് കയറും. അന്ധകാരത്തിൻ്റെ ശക്തികൾ ഹൃദയത്തിനുള്ളിൽ കയറും. വെളിച്ചമുള്ള ദൈവം ഇറങ്ങിപ്പോകും. മാലാഖമാരുടെ സൈന്യങ്ങളുടെ സംരക്ഷണം നഷ്ടമായി പോകും. മറിച്ച് പിശാച് ഹൃദയത്തിനുള്ളിലിരുന്ന് ആലോചന പറഞ്ഞു തുടങ്ങും. പിശാച് ഹൃദയത്തിൻ്റെ ഉള്ളിലിരുന്ന് ആലോചന പറയും. രണ്ടാമതായിട്ട് നന്ദിയില്ലാതിരുന്നാൽ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്: അവർ മൂഢരായിപ്പോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. മൂഢത ഒരാളുടെ ജീവിതത്തിൽ വരും. പ്രിയപ്പെട്ടവർ, എന്താ ഈ മൂഢത എന്നുള്ളത്?
53 സങ്കീർത്തനം 1 തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 53 സങ്കീർത്തനം 1 തിരുവചനത്തിൽ എന്താണ് മൂഢത എന്ന് വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ആരാണ് മൂഢൻ? ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് മൂഢൻ. പണ്ടൊക്കെ ഇത് വാഗൊണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എഴുതി വിടുകയാണ്. ദൈവമില്ല എന്ന് പറയുന്നിടത്ത് ഓർക്കണം, അവിടെ ആരിറങ്ങിപ്പോയി? ദൈവത്തിൻ്റെ വെളിച്ചം ഇറങ്ങിപ്പോയി. അവിടെ നന്ദിയില്ലാതിരുന്നത് കൊണ്ട് മൂഢത വർദ്ധിച്ചു തുടങ്ങി. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ്, അച്ഛാ ഈ ദൈവമൊന്നുമില്ല, നിങ്ങളിങ്ങനെ വെറുതെ പറയുക ദൈവം ഉണ്ടെന്നൊക്കെ. അവനോട് തർക്കിക്കാനായിട്ട് പോയില്ല. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് 53 സങ്കീർത്തനം 1 വാക്യമാണ്. ദൈവം ഇല്ല എന്ന് മൂഢൻ പറയുന്നു, ഹൃദയത്തിലല്ല. ഇപ്പം താണ്ടെ ഉറക്ക പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഉറക്ക പറയുകയാണ് ദൈവമൊന്നും ഇല്ലാന്നേ, അത് വെറുതെ തട്ടിപ്പാണെന്ന് ഓർക്കണം. നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട, മറിച്ച് ദൈവമില്ല എന്ന് മൂഢൻ അവൻ്റെ മൂഢത മൂലം ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തോട് നന്ദിയില്ലാതിരുന്നതായിരിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ നിന്ന് ദൈവം ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പിന്നീട് അവിടെയുള്ളത് മുഴുവൻ മൂഢതയാണ്. മൂഢത. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം ഒരു മനുഷ്യനെ വിളിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഒരു മനുഷ്യനെ വിളിക്കുകയാണ് മൂഢ. കർത്താവ് ഒരു മനുഷ്യനെ വിളിക്കുകയാണ് മൂഢ. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അടുത്ത സെൻറ്റൻസ് എങ്ങനെയാണ്? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവ വിഷയമായി സമ്പന്നനാകാത്തവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്ന പേരാണ് മൂഢൻ. ദൈവ വിഷയമായി സമ്പന്നനല്ല, വിശുദ്ധമായിരിക്കുന്ന വചനമായിട്ട് സമ്പന്നരല്ല. ലോകത്തിൻ്റെതായിരിക്കുന്ന സമ്പാദ്യങ്ങളുണ്ട്, ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. ദൈവ വിഷയമായി ഒരു സമ്പന്നതയുമില്ല. നമ്മളൊന്നോർത്തേ, ദൈവത്തിൻ്റെ വിഷയം ഏതാണ്? വചനമാണ്. ദൈവത്തിൻ്റെ വിഷയം ഈ വചനമാണ്. ഈ വചനമായിട്ട് നമ്മൾ സമ്പന്നരാണോ അല്ലയോ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന നാളുകളിൽ ചില പുസ്തകങ്ങൾ നമ്മളൊക്കെ അത്രമേൽ ഇഷ്ടമുള്ളതാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന പുസ്തകങ്ങളെ നമ്മൾ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും മേടിക്കും. ആ പുസ്തകങ്ങൾ ഇരുന്ന് നമ്മൾ വായിക്കും. ചിലപ്പം 10 ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട പുസ്തകമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് രാപ്പകലില്ലാതെ നമ്മൾ വായിച്ചു തീർക്കും. അത് പഠിക്കാൻ വേണ്ടിയൊന്നുമല്ല, ചിലപ്പം ഏതെങ്കിലും ഒരു അധ്യാപകൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം, ചിലപ്പോൾ അതിലെ 1-2 വരികൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. ഇവിടെ ഇതാ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ നോക്കിയിട്ട് വിളിക്കുകയാണ് മൂഢ. അടുത്തത് എങ്ങനെയാണ് പറയുന്നത്? ദൈവ വിഷയമായി സമ്പന്നനാകാത്ത എല്ലാവരെയും വിളിക്കുന്ന പേരാണ് മൂഢൻ. ദൈവ വിഷയമായി, അതായത് വചനവുമായി സമ്പന്നതയില്ല, വചനത്തിൻ്റെതായിരിക്കുന്ന കേൾവിക്ക് ചെവി കൊടുക്കാറില്ല, വചന വായനയില്ല, വചനം ഹൃദയത്തിലില്ല, അങ്ങനെയുള്ളവരെ സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് വിളിക്കുകയാണ് മൂഢ. ഇങ്ങനെ വചനമില്ലാത്തതായിരിക്കുന്ന സാഹചര്യം കുറേയും കൂടി മുൻപോട്ട് പോകുമ്പോൾ 53-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയും ദൈവമില്ല എന്ന്. ആദ്യം അത് ഹൃദയത്തിൽ പറയും, പിന്നെ അത് ഉറക്കെ പറയാനായിട്ട് തുടങ്ങും. ഓർക്കണം, നന്ദിയില്ലാതിരുന്നോ? ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളിൽ നന്ദിയില്ലാത്തവരായിട്ടാണോ ജീവിച്ചത്? ഹൃദയത്തിനകത്ത് മൂഢത വരും. ഹൃദയത്തിൽ നിന്ന് ദൈവമില്ല എന്നുള്ള ചിന്തകൾ വരും. പ്രിയപ്പെട്ടവരെ, നന്ദിയില്ലാതിരുന്നവർക്ക് സംഭവിക്കുന്ന 1-ാമത്തെ പാളിച്ചയാണ് അവരുടെ ഹൃദയം ഇരുണ്ടുപോകും, വെളിച്ചം പോകും, യാതൊരു വെളിച്ചവുമില്ല, അന്ധകാരത്തിൻ്റെതായിരിക്കുന്ന ശക്തികൾ മാത്രമായി തീരും. 2-ാമതായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇല്ല എന്നൊരു തോന്നൽ വരും. ദൈവമൊന്നുമില്ല, ഇത് വെറുതെ ഒരു പറ്റിപ്പിക്കലാണെന്നുള്ളൊരു തോന്നൽ വരും. 3-ാമതായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു പ്രയാസം വരും, അശുദ്ധിയിലേക്ക് വീണുപോകും. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. അശുദ്ധിയിലേക്ക് വീഴാനായിട്ട് തുടങ്ങും, പാപം ചെയ്യാനായിട്ട് തുടങ്ങും. ഒന്നും ചെയ്യാതെ തന്നെ പാപത്തിലേക്ക് വീണു പോകും. വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധരായി ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവത്തിന് നന്ദി പറയാതിരിക്കുമ്പം എന്തൊന്നില്ലാത്ത രീതിയിൽ പാപത്തിലേക്ക് ഇങ്ങനെ വീഴും.
ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പാപങ്ങൾ. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-16 തിരുവചനത്തിൽ അപ്പോസ്തലൻ കൊലോസ്യ സഭയോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പാപത്തിൽ വീഴാതിരിക്കാൻ എപ്പോഴും നന്ദി പറയണം. പാപത്തിൽ വീഴാതിരിക്കാൻ നിങ്ങളെപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. നന്ദിയില്ലാത്തതായിരിക്കുന്ന, ദൈവത്തോട് നന്ദിയില്ലാത്തതായിരിക്കുന്ന ഒരു കുടുംബം പാപത്തിലേക്ക് വീഴും. ദൈവത്തോട് നന്ദിയില്ലാതിരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ താളുകളിൽ ദൈവവുമായിട്ട് ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ചേർന്ന് നിന്ന ജോസഫ് പാപത്തിൻ്റെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും പാപത്തിലേക്ക് പോയില്ല. പാപത്തിൻ്റെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും പാപത്തിലേക്ക് പോയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന യേശുവിനോട് ചേർന്ന് ജീവിച്ച യൂദാ ഇസ്കരിയോത്ത പെട്ടെന്ന് പാപത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം, ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. എത്ര പെട്ടെന്നാണ് അശുദ്ധിയിലേക്ക് പോകുന്നത്! ജഡത്തിൻ്റെ അശുദ്ധി, കാഴ്ചയുടെ അശുദ്ധി, ഹൃദയത്തിൻ്റെ അശുദ്ധി, മനസ്സിൻ്റെ അശുദ്ധി, അങ്ങനെ ഒന്നിനപ്പുറത്തേക്ക് അശുദ്ധിയുടെ വഴികളിലൂടെ ഈ ജനം നീങ്ങിപ്പോവുകയാണ്. ദൈവം മുൻപാകെ നന്ദിയില്ലാതിരുന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അശുദ്ധി. പാപത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനം, 119-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനം, ഒരാൾ പാപം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നതെന്നോ? ഒരാളുടെ ജീവിതത്തിൽ പാപം വരത്തില്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും പാപം ലവലേശം പോലും കടന്നു വരാതിരിക്കാൻ വേണ്ടി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 119-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനം, പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ എന്ത് വരത്തില്ലാന്നോ? പാപം വരത്തില്ല. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപം ചെയ്യാനായിട്ട് തോന്നത്തില്ല. പാപത്തിൻ്റെ അശുദ്ധിയിലേക്ക് നമ്മൾ വീണു പോകത്തില്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവണം. വചനം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ടാകണം. വചനം നമ്മുടെ മേഖലകളിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ഉണ്ടാകണം. വചനത്തിൻ്റെ വലിയൊരു ശബ്ദം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരാളും പാപത്തിലേക്ക് വീണു പോകാത്ത വിധം ദൈവം അവരെ താങ്ങിക്കൊള്ളും. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം നമ്മളേറെ സഹായിക്കും. പരിശുദ്ധമായിരിക്കുന്ന വേദപുസ്തകം ഒരു വിശ്വാസിയെ സ്വാധീനിക്കുന്നത് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറാനായിട്ടല്ല, ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയുമല്ല, മറിച്ച് പാപത്തിലേക്ക് വീഴാതിരിക്കാൻ പരിശുദ്ധ വേദപുസ്തകം നമ്മളേറെ സഹായിക്കും. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവം കഴിഞ്ഞ നാളുകളിൽ ചൊരിഞ്ഞു തന്നതായിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിനിങ്ങനെ അനുദിനം നന്ദി പറയുകയാണെങ്കിൽ ഹൃദയത്തിലെ മൂഢത മാറും, ഹൃദയത്തിൻ്റെ അന്ധകാരം നീങ്ങിപ്പോകും, പാപത്തിലേക്ക് നീങ്ങിപ്പോകാതിരിക്കും. ഇല്ല എങ്കിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ദൈവത്തോട് നന്ദിയില്ലാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അവനവരെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വെളിച്ചം നഷ്ടമാക്കി കളഞ്ഞു. അവരുടെ ജീവിതത്തിൽ മൂഢത വന്നു തുടങ്ങി. അവനവരെ അശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ പോകുന്ന വഴികളിൽ, നമ്മൾ നടക്കുന്ന വേളകളിൽ, നമ്മൾ ഇടപെടുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ, നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മുടെ കലാലയങ്ങളിലേക്ക് പോകുന്ന വഴികളിൽ ഓർക്കണം, ദൈവമേ നന്ദി. ദൈവമേ, നീ കഴിഞ്ഞ നാളുകളിൽ ചൊരിഞ്ഞു തന്ന എല്ലാ കൃപകൾക്കും നന്ദി. വഴി നടത്തിയ എല്ലാ നന്മകൾക്കായിട്ടും നന്ദി. എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ അതൊന്നും മാറിയില്ല എങ്കിലും നീ എൻ്റെ കൂടെ ഇരുന്നതിന് നന്ദി. ദൈവം കൂടെ ഇരിക്കുന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ടവർ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? ദൈവം കൂടെ ഇരിക്കുന്നതിനപ്പുറത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ഈ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു നോക്കി, വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തി വരും. ഇവിടെ ഇതാ ശ്ലീഹന്മാർ യെരൂശലേമിൽ സഹനത്തിൻ്റെ മണ്ണായ, കണ്ണുനീരിൻ്റെ മണ്ണായ വലിയ പ്രയാസങ്ങൾ കർത്താവിന് എവിടെ നേരിടേണ്ടി വന്നോ ആ മണ്ണിലിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പോന്നു.
ദിവസങ്ങളോളം ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരിലേക്ക് ആരിറങ്ങിയെന്നോ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ, ആ സഹനത്തിൻ്റെ മണ്ണിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനും ശീലാസും കാരാഗ്രഹത്തിൽ കെട്ടിയിടപ്പെട്ടതായിരിക്കുന്ന സമയത്തും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അമോന്യരും മോവാബിരും മെയൂന്യരും യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിനെതിരെ വലിയ യുദ്ധവുമായി വന്നപ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ളതായിരിക്കുന്ന പാട്ട്, യഹോവ നല്ലവനല്ലോ എന്നുള്ള സ്തുതിയുടെ പാട്ട് യഹോശാഫാത്ത് രാജാവ് ചൊല്ലിയപ്പോൾ 3 രാജാക്കന്മാരും പിന്തിരിഞ്ഞോടത്തക്ക വിധമുള്ള വലിയൊരു ശക്തി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും കേട്ടോ. പരിശുദ്ധാത്മാവ് ഈ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ദൈവം മുൻപാകെ ഇരുന്ന് നന്ദി പറയണം. ചിലപ്പോൾ ഇപ്പം നമ്മളിരിക്കുന്നത് സങ്കടത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കാം, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്തതായ ചില വേദനകളുടെ മധ്യത്തിലായിരിക്കാം, ചില രോഗങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം, സഹിക്കാൻ പറ്റാത്ത വിധമുള്ള വലിയ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നത്. ദൈവമേ, എത്രയോ തവണ ഇതൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് അതിലിടപെടാതിരിക്കുന്നു എന്ന് തോന്നുന്നുവെന്നുള്ള ചില വേദനകളുടെ മധ്യത്തിലായിരിക്കാം. അവിടെയാണ് പരാതി പറയാതെ ദൈവത്തോട് നന്ദി പറയേണ്ടത്. പരാതി പറയാൻ വേണ്ടി അല്ല നമ്മളിന്ന് ഈ ആലയത്തിനുള്ളിൽ വന്നിരിക്കുന്നത്, ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ ആരാധനയുടെ പശ്ചാത്തലം നമ്മളൊന്ന് എടുത്തു നോക്കിയേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് മുഴുവൻ സ്തുതിയർപ്പണങ്ങളാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നുവെന്ന് ഓരോ വേദഭാഗവും വായിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ഹാലേലുയ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകൾ ആരാധനയിൽ ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോഴും ഓർക്കണം, സ്തുതിയർപ്പണമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ പരാതികളൊന്നും പറയണ്ട. നമ്മളിനി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ ഭാരങ്ങളുടെ പാണ്ടക്കെട്ടുകൾ അഴിച്ചു വെക്കുകയൊന്നും വേണ്ട. പരിശുദ്ധ പരിമല തിരുമേനി എങ്ങനെയാണോ ദൈവം മുൻപാകെ സ്തുതി അർപ്പിച്ചത്, അതുപോലെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. 1918 നാളുകളിൽ കുന്നംകുളം പ്രദേശത്ത് കോളറ രോഗികളെ ശുശ്രൂഷിച്ച് അതേ രോഗം തന്നെ വന്ന് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന തൊമ്മി മാഷ് തൻ്റെ 37-ാമത്തെയോ 38-ാമത്തെയോ വയസ്സിലാണ് കോളറ രോഗികളെ ശുശ്രൂഷിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത്. ആ നാളുകളിൽ കൂടെ താൻ പഠിപ്പിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം കൂടി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും ഈ മരണസമയത്ത് ഞങ്ങളോട് നൽകുവാനുള്ള ഉപദേശം? വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്, രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. തൊമ്മി മാഷ് അവരോട് പറയുകയാണ്, നമുക്ക് ദൈവത്തിന് നന്ദി പറയാന്നുള്ളതല്ലാതെ വേറെ എന്താണുള്ളത്? എൻ്റെ ജീവിതത്തിൻ്റെ ഈ സങ്കടത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ ക്ലേശത്തിൽ ദൈവത്തിന് നന്ദി പറയാന്നുള്ളതാണ് എനിക്കേറെ സന്തോഷം. താൻ പഠിപ്പിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥികൾ ചുറ്റും നിൽക്കുമ്പോൾ തൊമ്മി മാഷ് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്ന വരികൾ നിങ്ങൾ എഴുതിയെടുക്കണം, ഞാൻ പറയുന്ന വരികൾ നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാലങ്ങൾക്ക് മുൻപ് തൻ്റെ കൂടെയുള്ള ശിഷ്യ സമൂഹത്തിന് പാടിക്കേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഗാനം, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേൻ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ, ദേവാസന്നാഹമോടെ സ്തുതി പാടി. രോഗത്തിൻ്റെ വലിയ ക്ലേശത്തിൽ കിടക്കുമ്പോൾ, സഹിക്കാൻ പറ്റാത്തതായ വേദനയുള്ളപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേ ശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ശ്ലീഹന്മാരെന്താണോ ചെയ്തത്, യെറുശലേമിൽ അവർ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ഉദ്ധാന പെരുന്നാളിന് ശേഷമുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ മേഖലകളിലും, അത് കുടുംബമാകട്ടെ വ്യക്തിപരമായിരിക്കുന്ന ഇടങ്ങളിലാകട്ടെ, ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അപ്പോൾ സ്വർഗീയമായ സമാധാനം, അത് ലോകം തരുന്ന സമാധാനമല്ല കേട്ടോ. ലോകം തരുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്.
സ്വർഗീയമായിരിക്കുന്ന സമാധാനവും സ്വർഗീയമായ സന്തോഷവും ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്തതായ ദൈവത്തിൻ്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു.